9-ാം അധ്യായത്തിലെ വിഷയം ഏറ്റവും ശ്രേഷ്ഠമായ ആലയം എന്നുള്ളതാണ്. അഹരോന്റെ ക്രമത്തിലുള്ള പഴയ നിയമത്തിലെ സമാന കൂടാരത്തെക്കാൾ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ പിന്നീട് ഉണ്ടാക്കിയ ആലയത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് യേശുക്രിസ്തു മധ്യസ്ഥനായിരിക്കുന്ന പുതിയ നിയമ വിശ്വാസികളുടെ ആരാധനാ സ്ഥലം എന്നുള്ളതാണ്. സുപ്പീരിയർ സാങ്ച്വറി, അതാണ് 9-ാം അധ്യായത്തിലെ വിഷയം. നമ്മൾ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിച്ചു. പഴയ അല്ലെങ്കിൽ 1-ാം നിയമത്തിലെ ആരാധനാ സ്ഥലം, അതിന്റെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പരാജയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തുടങ്ങിയത്. അതിന്റെ 2 മുതൽ ഉള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചത്, പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇത് ലൗകികമായതാണ്. എർത്തിലി സാങ്ച്വറി ആയിരുന്നു അഹരോന്റെ ക്രമത്തിലുള്ള ആലയം എന്നുള്ളതാണ് നമ്മൾ അവിടെ ചിന്തിച്ചത്. രണ്ടാമതായിട്ട് ചിന്തിച്ചത് ഇത് നിഴൽ മാത്രമായിരുന്നു. പ്രത്യേകിച്ച് ലേഖനകാരൻ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കാൻ എഴുതിയെന്നാണല്ലോ പൊതുവെയുള്ള വിശ്വാസം. ലേഖനകാരൻ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തന്റെ മനസ്സിലുള്ളത് സമാന കൂടാരത്തെ കുറിച്ചാണ്. അന്ന് യെരുശലേമിൽ ദേവാലയമുണ്ട് ഈ ലേഖനം എഴുതുന്ന സമയത്ത്. എന്നാൽ അതൊക്കെ വരിയായി വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ഇസ്രായേൽ മക്കൾ കൊടുത്തതായ ആ സമാന കൂടാരമാണ് തന്റെ മനസ്സിലിരിക്കുന്നത്. സമാന കൂടാരത്തിലെ ഉപകരണങ്ങളെ കുറിച്ചൊക്കെ അവിടെ താൻ പ്രസ്താവിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തല്ലോ. അവിടെ സമാന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആ 3 ഭാഗങ്ങളെ കുറിച്ച് പറയാതെ, എല്ലാത്തിനെ കുറിച്ചും പറയാതെ അവിടെ ഉള്ളതായ 2 പ്രത്യേക അവസ്ഥകളെ കുറിച്ചാണ് ലേഖനകാരൻ വിശദീകരിക്കുന്നത്. വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അത് റെഡിയാണോ കാണിക്കാനായിട്ട്? ഞാൻ എഴുതിക്കൊണ്ട് വന്നിരുന്നു. ഇന്ന് കാണിക്കാറുണ്ട്. 120 സ്ലൈഡുണ്ട്. എവിടെയോ പോയിട്ടുണ്ട്, കാണുന്നില്ല. അതുകൊണ്ട് ആദ്യം കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്നെയാണ്. 5-ാമത്തെ ഒന്ന് കാണിച്ചേ. 5-ാമത്തെ സ്കെച്ച് പോലെ അതിന്റെ ആദ്യ ഭാഗം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് മൊത്തത്തിലുള്ളതായ സമാന കൂടാരം. അതിന്റെ ഗേറ്റ്, ബ്രോൺസ് അൽത്താർ, താമ്രയാഗപീഠം, അതുപോലെ താമ്രത്തോട്, ഇതിനെ കുറിച്ചൊന്നും ഈ ലേഖന ഭാഗത്ത് വിശദീകരിക്കുന്നില്ല. പിന്നെ ഉള്ളതായ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതായ അതാണ് ടാബർനാക്കിൾ ടെന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അവിടെ ഉള്ളതായ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം കർട്ടനുണ്ട്. അത് ഈ മുൻകൂടാരം പിന്നത്തേത് എന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിന് നമ്മൾ പഠിക്കുന്ന പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ് ആൻഡ് ഹോളിയസ്റ്റ് ഹോളി. അടുത്തത് 6-ാമത്തെ എന്ന് വെച്ചിട്ടാണ് കുറച്ചുകൂടെ അതിന്റെ പടമായിട്ട് കാണിക്കുന്നവരുണ്ട്. അവിടെ തേജസ് പൊങ്ങുന്ന അതൊരു ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു. നമുക്ക് അതിനകത്ത് കാണിച്ചു തന്നെയാണ്. ഇച്ചിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ 2-ാമത്തേതായാലും മതി, അതിനകത്തുകൊണ്ട് തോന്നുന്നു. ഇതാണ് നമ്മൾ കണ്ടതിന്റെ ആ സ്ക്രിപ്റ്റ് പോലെ വരച്ചതിന്റെ മുന്നിൽ കാണുന്ന പുക പോലെ പൊങ്ങുന്ന അതാണ് അതിപരിശുദ്ധ സ്ഥലം. അതിന്റെ ഇപ്പുറത്ത് വെയിലാണ്, കട്ടനാണ്, തിരശീലയാണ്. അതിന്റെ ഇപ്പുറം കാണുന്ന പരിശുദ്ധ സ്ഥലത്തിന്റെ പകുതി വലിപ്പമാണ് അതിപരിശുദ്ധ സ്ഥലത്തിനുള്ളത്. അത് സമചതുരമായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അവിടെയുള്ള ഉപകരണങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലൻ പ്രസ്താവിച്ചിരിക്കുന്നത്. താങ്ക് യു. അവിടെ അത് നമുക്ക് 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആദ്യ നിയമത്തിലും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ലൗകികമായ വിശുദ്ധ മന്ദിരം, അതാണ് നമ്മൾ മുമ്പേ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു കൂടാരം ചമച്ചു. അവിടെ പറയുന്ന ആദ്യ ഭാഗം പ്രാകാരത്തെ കുറിച്ച് പറയുന്നില്ല. ആദ്യ ഭാഗത്ത് നിലവിളക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കഴിഞ്ഞു. അവിടെ വെളിച്ചം കൊടുക്കാനുള്ളതാണ്. നമ്മുടെ കർത്താവാണ് ലോകത്തിന്റെ വെളിച്ചം. നമ്മുടെ കർത്താവാണ് നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന്. അപ്പോൾ ഓരോ ദൈവവേദിലും ലോകത്തിന് വെളിച്ചം കൊടുക്കാനുള്ളവരാണ്. യേശു കർത്താവാണ് വെളിച്ചം. അതിന്റെ എല്ലാ ടൈപ്പാണ് ഈ സമാന കൂടാരത്തിലുള്ളത്.
ആയിക്കോട്ടെ. പിന്നെന്താണുള്ളത്? മേശയാണ് അവിടെ താഴോട്ട്. മേശയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതെല്ലാം വളരെ പ്രത്യേകമായി കണ്ടതാണ്. ആ മേശമേൽ അപ്പം വെക്കുന്നുണ്ട്. ആ അപ്പം മാറ്റി വെക്കുന്നതിന്റെ കാര്യമൊക്കെ വായിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ലോകം കൊടുക്കുന്നത് പോലെയല്ല കർത്താവ് കൊടുക്കുന്ന ജീവന്റെ അപ്പം. അതുകൊണ്ട് ജീവന് സമൃദ്ധിയായ ജീവന് ലഭിക്കുവാൻ ഇടയാക്കും. അതാണ് ആ കാഴ്ചയപ്പത്തിന്റെ മേശയുടെ അർത്ഥം. മൂന്നാമതൊരു ഉപകരണം പരിശുദ്ധ സ്ഥലത്തുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. വായിച്ചാട്ട് താഴോട്ട്. മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നത് രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന. അപ്പൊ പരിശുദ്ധ സ്ഥലത്ത് വരുന്ന മൂന്നാമത്തെ ഉപകരണത്തെ കുറിച്ച് നമ്മള് പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ധൂപപീഠം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആ ധൂപപീഠത്തെ കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുന്നില്ല. എന്നാൽ അവിടെ അതിവിശുദ്ധ സ്ഥലത്തുള്ള ഒരു കാര്യമാണ് പറയുന്നത്. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം ഞാൻ എഴുതിക്കൊണ്ട് വന്നിരുന്നു. ഒത്തിരി താഴോട്ടങ്ങ് പോകാമോ? വേറെ 119 ഹൈപ്രീസ്റ്റ് എന്നും പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ഹൈപ്രീസ്റ്റില് ഏറ്റവും ലാസ്റ്റിലായിട്ട് ധൂപകലശവും പിടിച്ചുകൊണ്ട് പുരോഹിതൻ നിൽക്കുന്ന ഒരു പടമുണ്ട്. അതിനകത്താണ് നമുക്കത് ധൂപകലശത്തെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്. ഈ ധൂപപീഠം രണ്ട് രീതിയുള്ളതായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ധൂപപീഠമെന്നും ധൂപകലശമെന്നും പറയുന്ന ആ എബ്രായ വാക്കുകൾക്ക് ഏകദേശം ഒരുപോലുള്ളതായ പേരായതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റേഴ്സ് തെറ്റിച്ചതാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ കുറെ കൂടെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കമന്റ്, ഈ ധൂപപീഠം എന്ന് പറയുന്നത് അവിടെ ധൂപവിറക്ക് വിട്ടിട്ട് സ്വർണ്ണ ധൂപപീഠത്തിൽ നിന്ന് പുക പൊങ്ങും. ആ ധൂപപീഠം അതിപരിശുദ്ധ സ്ഥലത്തിനോട് വളരെ അടുത്താണ് ഇരിക്കുന്നത്. വളരെ ക്ലോസർ ആയെന്ന് പറഞ്ഞാൽ ആ തിരശ്ശീലയുടെ അടുത്തായിരിക്കുന്നത്. ധൂപപീഠം പരിശുദ്ധ സ്ഥലത്താണെങ്കിലും അതിന്റെ എഫക്ട്സ് എവിടെ ചെല്ലുന്നത്? അതിപരിശുദ്ധ സ്ഥലത്താണ്. തന്നെയുമല്ല, ആണ്ടിലൊരിക്കൽ മഹാപാപരിഹാര ദിവസം പുരോഹിതൻ കടന്നു ചെല്ലുന്നത് ഈ ധൂപപീഠത്തിൽ ധൂപകലശത്തിൽ, തന്റെ കയ്യിലിരിക്കുന്ന ധൂപകലശത്തിൽ ധൂപവർഗം ഈ ധൂപപീഠത്തിൽ നിട്ടാണ് ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അടയ്ക്കാൻ കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് പരിശുദ്ധ സ്ഥലത്തുള്ള അല്ലെങ്കിൽ മുൻകൂടാരത്തിലുള്ള ആദ്യ ഭാഗത്തുള്ളതായ ധൂപപീഠത്തെ കുറിച്ച് പറയാതെ ധൂപകലശത്തെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ ധൂപകലശം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചത്. ഇത് പ്രാർത്ഥനയെ കാണിക്കുന്നതാണ്. എന്റെ പ്രാർത്ഥന ധൂപമായി തീരട്ടെ. ദാവീദ് തന്നെ അത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിക്കുവാൻ കഴിവില്ല. ഇനി നമ്മൾ കുറച്ചുകൂടെ പുറകിലുള്ളതാണ്. 90 സംതിങ്ങിലാണ് നിയമപ്പെട്ടകത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, വിശുദ്ധ അതിപരിശുദ്ധ സ്ഥലത്ത് ആർക്ക് ഓഫ് കവണന്റ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ അളവടെ പറയുന്നുണ്ട്. അത് മുഴം എന്ന് നമ്മൾ മലയാളത്തിൽ സാധാരണ വായിക്കുന്നു. എന്നാൽ അതിനടുത്ത് തന്നെ അതിന്റെ മെഷർമെന്റോട് എഴുതിയിട്ടുള്ളതുണ്ട്. അത് മുഴത്തിലും അതുപോലെ തന്നെ ഇഞ്ചസിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 അടി 9 ഇഞ്ചാണ് അതിന്റെ നീളം. 2 അടി 3 ഇഞ്ച് ഹൈറ്റ് ആണുള്ളത്. അത് തന്നെ 2 അടി 3 ഇഞ്ച് വൈഡ് ആയിട്ടുള്ളതാണ്. ഇതിന് ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ അതിനടപ്പുണ്ട്. അതിനെ കൃപാസനം എന്ന് വിളിക്കുന്നു. 2 സൈഡിലായി 2 കെരൂബുകൾ ചിറവ് വിടർത്തി ഇതിനെ കവർ ചെയ്യുകയാണ്. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ആ കൃപാസനത്തിലാണ്. ആ കൃപാസനത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയത്ത് അവിടെയാണ് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ജനത്തിന്റെ എല്ലാം
പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാൻ ചെല്ലുന്നത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ലേഖനകാരന്റെ ഇവിടെ സമയം എടുക്കുന്നില്ല. ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഈ ഉപകരണങ്ങളെല്ലാം യേശുക്രിസ്തുവിന് നേരായിട്ടുള്ളതാണ്, ടൈപ്പായിട്ടുള്ളതാണ്. അതിന്റെ മുഴുവൻ സ്വർണം പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വിളിച്ചറിയിക്കുന്നതാണ്. ഇവിടെ നിയമപ്പെട്ടകത്തിന്റെ മീതെയുള്ള കൃപാസനം. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങളെല്ലാം പാപം ചെയ്ത് ലോ എല്ലാം ബ്രേക്ക് ചെയ്തതാണ് കാണേണ്ടത്. പക്ഷേ ആണ്ടിൽ ഒരിക്കൽ ദൈവം കൊടുത്ത വ്യവസ്ഥപ്രകാരം മഹാപുരോഹിതൻ പരിശുദ്ധ സ്ഥലത്ത് എന്ന് യാഗരക്തം അവിടെ അർപ്പിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധനായി ദൈവം നോക്കുമ്പോൾ നിയമം ലംഘിക്കപ്പെട്ട ആ ബ്രോക്കൻ ലോ അല്ല ദൈവം കാണുന്നത്, അതിന്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്ന രക്തത്തെയാണ് കാണുന്നത്. ആ രക്തം കണ്ടു കഴിയുമ്പോൾ അവരുടെ പാപങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം കിട്ടുന്നില്ല. അതാണ് ലേഖനത്തിന്റെ വിഷയം. അതാണ് പിന്നെ എന്താ ചെയ്യുന്നത്? കവറിംഗ് ഓഫ് ദ സീൻ. അവരുടെ പാപം മറയ്ക്കപ്പെടുവാൻ തക്ക ഇടയായിത്തീരും. അത് പൂർണ്ണമായി പരിഹാരം കിട്ടുന്നെങ്കിൽ അടുത്ത വർഷം ഇത് ചെയ്യേണ്ടതായ ആവശ്യമില്ലല്ലോ. എന്നാൽ അടുത്ത വർഷവും ഇവർ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണ പരിഹാരമായി തീരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് അങ്ങനെയാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ഈ പുതിയ നിയമ വിശ്വാസികളാകുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പ് എന്നേക്കുള്ള വീണ്ടെടുപ്പാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 1 യോഹന്നാൻ 2-ാമത്തെ ആയത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 John chapter 2 verse 2. അവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗം മലയാളത്തിൽ പ്രായശ്ചിത്തം എന്നാണ്. ഇംഗ്ലീഷിൽ ആൻഡ് ഹി ഹിംസെൽഫ് ഈസ് ദ propitiation for our sins, and not for ours only, but also for those of the whole world. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തയാഗമായി തീർന്നിരിക്കുന്നു. propitiation. റോമാലേഖനം 3-ാം 25-ാം വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കാം. Romans 3 verse 25. ദൈവപുത്രൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത് അവൻ നമ്മുടെ പാപങ്ങളെ മറയ്ക്കുക മാത്രമല്ല എന്നേക്കുമായി ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. എടുത്തോണ്ട് വായിക്കാം. അവൻ അത് അവിടെയും ആ പദമാണ് പ്രായശ്ചിത്തമാകുവാൻ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നമ്മെ നീതിമാന്മാരാക്കുവാൻ വേണ്ടി അവൻ പ്രായശ്ചിത്ത മരണം എന്നേക്കുമായി ഏറ്റെടുക്കുവാൻ തക്ക ഇടയായി തീർന്നു. അതുകൊണ്ട് കാൽവരി ക്രൂശിൽ അല്ലെ ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അടുക്കൽ നമുക്കുള്ളതായ പ്രവേശനം ലഭിക്കുവാൻ ഇടയായി തീർന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ടാണ്. ഈ പഴയ നിയമത്തിലെ ഈ വിഷയങ്ങളെല്ലാം സിംബോളിസമാണ്. അത് നിഴലായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിലാണ് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ ലേഖനകാരൻ ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം, ഇവിടെ പഴയ നിയമത്തിൽ ആദ്യ നിയമത്തിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് കവണന്റിൽ മോശ മധ്യസ്ഥനായിരിക്കുന്ന ആ പഴയ നിയമത്തിലെ യാഗങ്ങളെ, വഴിപാടുകളെ, പ്രമാണങ്ങളെ, ആരാധന സ്ഥലത്തെ കുറിച്ചാണ്, സാങ്ച്വറിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇൻഫീരിയർ ആണ്, അതിന് ബലഹീനതയുണ്ട്. അതിന്റെ ബലഹീനതയുടെ കാരണം ഇത് ഏർത്തുലിയാണെന്ന് ചിന്തിച്ചു. രണ്ടാമത് ഇതെല്ലാം നിഴൽ മാത്രമായിരുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഇതെല്ലാം പ്ലാൻ ആയിരുന്നു, സ്കെച്ചായിരുന്നു, സ്വർഗത്തിലുള്ളവയുടെ ഒരു കോപ്പി ആയിരുന്നു. എന്നാൽ നാം ആരാധിക്കുന്ന പുതിയ വിശ്വാസികൾക്ക് യേശുക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്ന സ്വർഗത്തിലെ ദേവാലയം അതാണ് ഒറിജിനൽ, അതാണ് റിയൽ ആയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രസ്താവിക്കുന്നത്. ഇനിയും അടുത്തതായി താൻ പറയുന്ന കാര്യം 6-7 വാക്യങ്ങളില് ഇവിടെ പറയുകയാണ്, ദൈവം ജനത്തെ ദൈവത്തെ ആരാധിക്കുവാനായി അടുത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ ഈ പഴയ നിയമത്തിലെ ഓൾഡ് കവണന്റിലെ ആരാധന കൊണ്ട് അവർക്ക് ദൈവത്തിന്റെ അടുക്കളയിലേക്കുള്ള പ്രവേശനം ലഭിച്ചിരുന്നില്ല. സാധാരണക്കാർക്ക്, ഓർഡിനറി പീപ്പിളിന് ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ല. 6-7 വാക്യങ്ങൾ എങ്ങനെയാണ്? ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. മുൻകൂടാരം എന്ന് പറയുന്നത് പരിശുദ്ധ സ്ഥലം, ആദ്യ ഭാഗം. അല്ലെങ്കിൽ മുമ്പേ ചിന്തിച്ച നിലവിളക്ക്, കാഴ്ചയപ്പത്തിന്റെ മേശ,
ധൂപ പീഠം ഇതിരിക്കുന്ന ആദ്യ സ്ഥലം, മുൻകൂടാരം, പരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, അവിടെയാണ് പുരോഹിതന്മാർ ശുശ്രൂഷിച്ചിരുന്നത്. രണ്ടാമത്തേതിലോ എന്താണ് രണ്ടാമത്തേത്? അതിപരിശുദ്ധ സ്ഥലം, ഹോളി ഓഫ് ഹോളീസ്. അതാണ് അവിടെ രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന എവിടെയാണ്? ആ ഹോളി ഓഫ് ഹോളീസ്, അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപെട്ടകത്തിന്റെ മുകളിൽ ആ രണ്ട് കിഴവുകളുടെ നടുവിൽ ദൈവത്തിന്റെ ഷെക്കൈന ഇറങ്ങി വരുന്നു. അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന സ്ഥലത്ത് എല്ലാവർക്കും ചെല്ലാൻ പറ്റത്തില്ല. ഒരാൾക്ക് മാത്രം, അത് വർഷത്തിലൊരിക്കൽ മാത്രം ദൈവം ആ പ്രമാണം കൊടുത്തിട്ടുണ്ട്. അവർ കടന്നു ചെല്ലേണ്ടത് എപ്പോഴൊക്കെയാണെന്ന്. മഹാപരിഹാര ദിവസം മഹാപുരോഹിതൻ വളരെ ഭയത്തോടുകൂടി തന്നെ ശുദ്ധീകരിക്കുവാൻ ആദ്യം യാഗം കഴിച്ചിട്ട് താൻ ആ കൃപാസനത്തിന്റെ അടുത്തിയെന്ന് ജനത്തിന്റെ പാപത്തിനു വേണ്ടി യാഗം അർപ്പിക്കുന്ന മൃഗത്തിന്റെ രക്തമായ അതിന്റെ മുമ്പാകെ തളിക്കുന്നു. അങ്ങനെയാണ് അവരുടെ ഒരു വർഷത്തെ പാപങ്ങൾക്കെല്ലാം വിടുതൽ കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. എന്നാൽ സാധാരണക്കാരനെ ഈ കൃപാസനം കാണുവാൻ പോലും കഴിയുകയില്ല. കാരണം അതിന്റെ ഇപ്പുറത്ത് എന്തുണ്ട്? ഒരു തിരശീലയുണ്ട്, ഒരു വെയിലുണ്ട്. അവന് ആക്സസബിൾ അല്ല, അവിടേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ വ്യത്യാസം എന്താണ്? എബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ നീ പഠിക്കാൻ പോകുന്ന ഭാഗത്തുണ്ട്. 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായർ, Hebrews chapter 10 verse 19 onwards. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങമാറെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പോൾ പ്രവേശനം നിഷേധിച്ചിരുന്ന ഇസ്രായേൽ ദൂരെ മാറി നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പുതിയ നിയമം ന്യൂ കവണന്റിൽ പറയുകയാണ് അടുത്തു വരിക. ആർക്കാണ് ഇതുള്ളത്? മഹാപുരോഹിതന് മാത്രമല്ല, സാധാരണ പുരോഹിതന്മാർക്ക് മാത്രമല്ല, ലേവ്യർക്ക് മാത്രമല്ല, എല്ലാവർക്കും അടുത്തു വരുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ദേഹം എന്ന തിരശീല യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തയുടെ ഫലമായി സാധാരണക്കാരനെയും ദൈവത്തിന്റെ സാന്നിധ്യത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരുന്നതായ ആ വെയിൽ അത് കീറപ്പെട്ടതിന്റെ ഫലമായി അവർക്ക് പ്രവേശനം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നാം യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് എവിടെ വരെ അടുത്ത് ചെല്ലാനുള്ള അവകാശമുണ്ട്? ആ കൃപാസനത്തിന്റെ അടുത്ത് വരെ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ പഴയ ഈ ലേഖനത്തിന്റെ ഉദ്ദേശം ഇതാണ്. പഴയ നിയമത്തിന്റെ ഓൾഡ് കവണന്റിന്റെ സാങ്ച്വറിയിൽ, ആ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം എഴുന്നള്ളി വരുന്ന പ്രസൻസ് അനുഭവിക്കുന്ന കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ അവർക്ക് അവകാശമില്ലായിരുന്നു, ആക്സസബിൾ അല്ലായിരുന്നു. ഇനി 8-ാം വാക്യം വായിക്കുമ്പോൾ എബ്രായർ 9:8 അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവം ഉദ്ദേശിച്ചത്, ദൈവത്തിന്റെ പ്ലാൻ ദൈവത്തിന്റെ അടുക്കൽ ജനങ്ങൾ വന്ന് ആരാധിക്കണമെന്നാണ്. പക്ഷേ ആ ആരാധനാ സ്ഥലത്ത് പ്രവേശിക്കുവാനായിട്ട് കഴിയാതെ വണ്ണം തടസ്സമായി മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല. ഒരു പുരോഹിതൻ ദൈവത്തിന്റെ സമാന കൂടാരത്തിൽ വന്നിട്ട് യാഗപീഠം മുതൽ ധൂപപീഠം വരെ ശുശ്രൂഷിക്കുവാൻ കഴിയും. എന്നാൽ അതിനപ്പുറത്തോട്ട് പോകാൻ കഴിയില്ല. സാധാരണക്കാരന് പ്രാകാരം വരെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. ജാതിയായി അല്ലെങ്കിൽ ഇസ്രയേൽ അല്ലാത്ത യഹൂദനല്ലാത്തവനാണെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് മാറി മാത്രമേ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഇത് ടെമ്പററിയാണ്. ഇത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചില്ല. 6-ാം വാക്യത്തിൽ നമ്മളതാണ് വായിച്ചത്. ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരങ്ങളിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. അപ്പോൾ
ഒരിക്കൽ കഴിച്ചതുകൊണ്ട് ക്രമീകരണമാകുന്നില്ല. എല്ലാ ദിവസവും ഡെയിലി എവറി ഡേ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടേ ഇരിക്കണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അത് ടെമ്പററി ആയിട്ടാണ്. പക്ഷേ സാധാരണക്കാരനെയും ദൈവത്തിന്റെ പരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായ ആ തിരശ്ശീല ഉണ്ടായിരുന്നു, ആ മുൻകൂടാരം ഉണ്ടായിരുന്നു എന്നാണ് ലേഖനകാരൻ പറയുന്നത്. ഒരു പുരോഹിതനെ ആരാധിക്കുവാനായി ആ ആദ്യ കൂടാരത്തിൽ മാത്രമേ ചെല്ലുവാൻ കഴിയുകയുള്ളായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച സമയത്ത് മത്തായി സുവിശേഷം 27-ാം അധ്യായം 50-51 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. അതൊന്ന് എടുക്കാം. മത്തായി 27-ന്റെ 50-51 അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഉടനെ ദേവാലയത്തിലെ തിരശീല വായിച്ചാട്ടെടുത്തവരെ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഈ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച സമയത്ത് നടന്ന ഒരു പ്രത്യേക കാര്യമാണ്. ദേവാലയത്തിലെ ഈ തിരശീല ഈസി ആയിട്ടൊന്നും കീറുന്നതല്ല. നമ്മള് പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചു നോക്കുമ്പോൾ അറിയാം അതെത്ര പവർഫുൾ ആണ്, എത്ര സ്ട്രോങ് ആണെന്നുള്ളത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച സമയത്ത് മനുഷ്യന് ചെയ്തെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം ഇത് താഴ്ന്ന് മേളോട്ടല്ല കീറിയത്, മേളോട്ട് അടിയോളം അത് രണ്ടായി ചിന്തിപ്പോയി. ആരാണ് ഇത് ചെയ്തത്? സ്വർഗീയ പിതാവായ ദൈവമാണ് ചെയ്തത്. കാരണം മുമ്പേ നമ്മൾ വായിച്ചതുപോലെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതിന്റെ ഫലമായി ദൈവസഭയിൽ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനുള്ള അവകാശം ദൈവം നൽകിയിരിക്കുകയാണ്. അടുത്ത വാക്യങ്ങളോടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. ഇബ്രായർ 9-ന്റെ 9-10 വാക്യങ്ങളോടെ ഒന്ന് വായിക്കാം. ആ കൂടാരത്തിൽ ആരാധിക്കുന്ന ആരാധനക്കാരന് എന്തോ ലഭിക്കുന്നില്ല? മനസാക്ഷി പൂർണ്ണ സമാധാനം ലഭിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പഴയ മിനിസ്ട്രി കൊണ്ട്, ഓൾഡ് മിനിസ്ട്രി കൊണ്ട്, ആ ശുശ്രൂഷ കൊണ്ട് ഇന്റേണൽ ആയിട്ടുള്ളതായ ഒരു സന്തോഷം ലഭിക്കുന്നില്ല, ഇന്റേണൽ ആയിട്ടുള്ള ഒരു അനുഭവം ലഭിക്കുന്നില്ല. പുറമേ ഒരു ചെറിയ സന്തോഷം ലഭിക്കുന്നു എന്നല്ലാതെ മനുഷ്യന്റെ ഉള്ളിൽ ഒരു വ്യത്യാസവും വരുന്നില്ല എന്നാണ് ലേഖനകാരൻ പറയുന്നത്. വായിച്ചാൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. ഇതെല്ലാം എക്സ്റ്റേണൽ ആയിരുന്നു, ഇന്റേണൽ അല്ലായിരുന്നു. 10-ാം വാക്യം. ഇതെല്ലാം ജഡീക നിയമങ്ങളായിരുന്നു, എല്ലാം ടെമ്പററി ആയിരുന്നു. ഇത് സെറിമോണിയലായി ഒരു പ്യൂരിറ്റിയോടെ നടക്കുന്നു എന്നല്ലാതെ ഇന്റേണൽ ചേഞ്ച് ഒന്നും നൽകുവാനായി ഈ ശുശ്രൂഷകൾക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ ദൈവം ഇന്ന് പുതിയ നിയമകാലത്ത് യേശുക്രിസ്തുവിന്റെ യാഗനിമിത്തമായി നമുക്ക് വരുത്തിയിരിക്കുന്ന വ്യത്യാസം ഇന്റേണൽ ആയിട്ടാണ്, അകത്താണ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അല്ലെ 8-ാം അധ്യായത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചുവല്ലോ, ദൈവം വാഗ്ദത്തം ചെയ്തത് എന്താണ്? കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായുള്ള ഹൃദയം കൊടുക്കുവാൻ. ദൈവത്തിന്റെ വചനങ്ങൾ കൽപ്പലകമേൽ എഴുതിയത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തുവെങ്കിലും അവരതനുസരിക്കുമെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ആ വലിയ തീച്ചൂളയുടെ നടുവിൽ, ആ കാഹളത്തിന്റെ നടുവിൽ, ആ ഭയങ്കരത്വത്തിന്റെ നടുവിൽ അവർ പറഞ്ഞു വി വിൽ ഡു ഇറ്റ്. പക്ഷേ അവർക്കത് ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ദൈവം ചെയ്യുന്ന എന്താണ്? എന്റെ വചനങ്ങളെ നിങ്ങളുടെ ഉള്ളിലാക്കുമെന്ന് പറഞ്ഞു. അവർ നമ്മുടെ ഉള്ളിൽ വചനം എഴുതി. ഇന്ന് എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. പുറമേ ഉള്ള കർമ്മങ്ങൾ, പുറമേ ഉള്ളതായ റൂൾസ്, റെഗുലേഷൻസ്, വലിയ നിയമങ്ങളൊക്കെ ഒരു മനുഷ്യനും ഒരു ചേഞ്ചും വരുത്താതെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു മൂലം, അവന്റെ പാപപരിഹാര ബലി മൂലം അതിൽ വിശ്വസിക്കുന്നവർക്ക് എന്നേക്കുമുള്ളതായ വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ ഇടയായി തീരുന്നു. അപ്പോൾ ഈ പഴയ പ്രമാണം ഇസ്രായേൽ ആചരിച്ചിരുന്ന അഹരോന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യ പ്രകാരമുള്ള ആചാരങ്ങളെല്ലാം എക്സ്റ്റേണൽ ആയിരുന്നു, താൽക്കാലികമായിരുന്നു. അതിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്തതായിരുന്നു. സാധാരണക്കാരന് അടുത്ത് ചെല്ലുവാൻ അവകാശമില്ലാത്തതായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എത്ര വലിയതാണ്. പലപ്പോഴും ഞങ്ങളിവിടെ ഓർപ്പിക്കാറുള്ള പോലെ പഴയ നിയമത്തിൽ യാഗങ്ങളും പെരുന്നാളുകളും അതിന്റെ ചിട്ടയനുസരിച്ച്, ക്രമമനുസരിച്ച് ഭംഗിയായി നടത്തിയിരുന്നപ്പോഴും ഇസ്രായേൽ ജനങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങൾ സാധാരണക്കാരോട് പറയുന്നത് ഇങ്ങോട്ട് അടുത്ത് വരരുത്,
ദൈവം ഇറങ്ങി വസിച്ച സീനായി മലയുടെ അടിവാരത്ത് പോലും അതിന്റെ താഴ്വരയിൽ നിൽക്കാമെന്നല്ലാതെ ദൈവം മോശയോട് വളരെ ശക്തമായി പറഞ്ഞു, ആരും പർവ്വത്തെ തൊടരുത്, ഒരു മൃഗമെങ്കിലും തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. അടുത്തു വരാൻ കഴിയാത്ത രീതിയിൽ ദൈവ സാന്നിധ്യം അകലെയായിരുന്നു. കാരണം മനുഷ്യന്റെ പാപം അത്രമാത്രം ഭയങ്കരമേറിയതായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് മുമ്പേ എബ്രായലേഖനത്തിൽ വായിച്ചതുപോലെ ദൈവം ജനത്തോട് പറയുകയാണ്, അടുത്തു വരിക, കം നിയറർ ടു മീ, കം നിയറർ ടു മീ. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഒരിക്കൽ അടുത്തു വരരുതെന്ന് പറഞ്ഞ ദൈവം ഇന്ന് പറയുകയാണ് അടുത്തു വരാനായി. എങ്ങനെയാണ് അടുത്തു വരാൻ സാധിക്കുന്നത്? അന്ന് അടുത്തു വരാൻ കഴിയാതെ വണ്ണം അവർക്ക് തടസ്സമായി നിന്നിരുന്നതായ തിരശീല, അവരെയും ദൈവത്തിന്റെ സാന്നിധ്യത്തെയും തമ്മിൽ മറച്ചിരുന്നതായ തിരശീല, യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം എടുത്ത ദൈവത്തിന്റെ പുത്രൻ പരമയാഗമായി തീർന്നതോടുകൂടി ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. നാം പലപ്പോഴും വളരെ നിസ്സാരമായി ചിന്തിക്കാറുണ്ട്, ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നത് അതെന്ത് അതിനൊരു വിലയില്ലാത്ത പോലെ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം ഓർത്ത് ദൈവപുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ഓർത്ത് എന്നും അവനെ സ്തുതിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ഇന്ന് പൽക്കാലം നമുക്ക് എല്ലാവർക്കും അല്പസമയം ദൈവത്തിന്റെ കൃപയെ ചിന്തിക്കാം.